നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് വളരെ ഡിഫറെന്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ടൈം പീരീഡിൽ തന്നെ ഒരുപാട് ഫാൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു ടീം. നമ്മുടെ ഒരു കിടില സാധനമുണ്ട്. കൊറോണ ടൈമിൽ ഈ ബൈക്ക് കൊണ്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ഭയങ്കര ട്രെൻഡ് ആയത്. അങ്ങനെ മറ്റേ ഫ്രണ്ട് നോക്കി ഓടിക്കുക, ബാക്ക് നോക്കുക, അറിയാലോ. നാട്ടിലെ മെയിൻ ആയിരുന്നു കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് വന്നവരുണ്ട്, ജോലി ഡ്രോപ്പ് ചെയ്ത് വന്നവരുണ്ട്. ഓക്കെ, തൊട്ട് 10 വരെ ഉണ്ട്. അപ്പോഴത്തേക്ക് കറണ്ട് അപ്പൊ 1 2 3 4 5 10 എന്ന് പറയുമ്പോൾ കറണ്ട് വരും. അപ്പൊ ഈ സാധനം ചുമ്മാ ചെയ്താൽ അത് വലിയ അത് ശരി. ഞങ്ങളങ്ങനെ അപ്പൊരിപ്പൊന്നും പറയത്തില്ല. നിങ്ങൾ പരിപ്പം വീഡിയോ എടുത്ത് കുറിച്ച് ഇടുമ്പോൾ ലൈക്ക് ഒക്കെ ആണല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് കാണുമ്പോൾ ഭയങ്കര രസമാണ്. 10K ലൈക്ക് ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടി മാത്രമാണ് പണ്ട് വീഡിയോ ചെയ്യുന്നത്. ഭയങ്കര സപ്പോർട്ടാണ്. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടില് ഭയങ്കര സപ്പോർട്ടാണോ? അതെ, പ്രേമിക്കാനല്ല വീഡിയോ എടുക്കാൻ. കുറച്ച് വിശേഷമൊക്കെ പുറത്തിറക്കി ചെറിയൊരു ഗെയിം കളിച്ചാലോ? പശു പോത്ത് ഹായ്, ഹലോ, നമസ്കാരം. ജാങ്കോ സ്പേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിണി. അപ്പൊ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു അടിപൊളി ടീമാണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് വളരെ ഡിഫറെന്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ടൈം പീരീഡിൽ തന്നെ ഒരുപാട് ഫാൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു ടീം. പക്ഷെ എന്ത് പേര് പറഞ്ഞ് വിളിക്കുന്നത് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ ഭരത് ആൻഡ് ഫ്രണ്ട്സ്. ഒരു ടീമിന് പേരൊന്നുമില്ല. അപ്പൊ വെൽക്കം ടു ദി ഷോ. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കും. സന്തോഷം. എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പേര് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ടോ, ടീമിന് പേരില്ല എന്നുള്ളത്? ഞങ്ങൾ അങ്ങനെ സത്യം പറഞ്ഞ ഇത് ടീമായിട്ട് അങ്ങനെ തുടങ്ങണം എന്ന് വിചാരിച്ച് തുടങ്ങിയതല്ല. പണ്ട് മുതലേ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബൈക്ക് റിലേറ്റഡ് കണ്ടന്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിറങ്ങിയത്. അതിപ്പോൾ ഞാനും എനിക്ക് ഷൂട്ട് ചെയ്ത് തരും, മറ്റേ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ബൈക്ക് ഓടിച്ചിട്ട് ഒരു ബന്ധമില്ലാതെ ഏതെങ്കിലും ബീജം എടുത്തിട്ടിട്ട് അങ്ങനെ തുടങ്ങി. അല്ലാതെ നമ്മൾ അങ്ങനെ ഭയങ്കര ടീമായിട്ട് തുടങ്ങിയതല്ല, പ്ലാൻഡ് അല്ല. പിന്നെ വന്ന് പിന്നെ ഭാവിയിൽ പിന്നെ വീഡിയോ ചെയ്ത് തുടങ്ങി. പിന്നെ ഓരോരുത്തർ വന്നു, ചിലർ പോയവർ പിന്നെയും വന്നു, ജോലിക്ക് പോയവർ ജോലി നിർത്തി വന്നു. അങ്ങനെ വന്ന് പിന്നെ ഇതൊരു ടീമായി. പിന്നെ അതിൽ പെട്ടെന്ന് ഒരു ദിവസം പിന്നെ പേര് നമ്മള് അങ്ങനെ മാറ്റാനൊന്നും നിന്നില്ല. പണ്ട് തൊട്ടേ എന്റെ ചാനലായിരുന്നു ഇടുന്നത്, ഭരത് എന്ന് പറഞ്ഞ ആ ചാനലായിരുന്നു ഇടുന്നത്. പിന്നെ ഞങ്ങളുടെ മെയിൻ യൂട്യൂബ് ചാനൽ ഭരത്തെന്നായി, പിന്നെ സെക്കൻഡ് ചാനൽ അനന്തൂന്നായി, എല്ലാവർക്കും ചാനലുകളായി. ഇല്ല, പേര് എന്റേതേ ഉള്ളൂ, എല്ലാവരുടെയും കൂടാണ് ചാനൽ, പേര് മാത്രമേ എന്റെ ഉള്ളൂ. മനസ്സിലായി. ഇപ്പൊ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ചോദിക്കുമല്ലോ, ഇപ്പൊ എന്താ ജോലി അല്ലെങ്കിൽ എന്താ ചെയ്യുന്നതൊക്കെ ചോദിക്കുമല്ലോ, കോമൺ ആയിട്ട് ഫ്രണ്ട്സ് റിലേറ്റീവ്സ്. അപ്പൊ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്നൊക്കെ പറയായിരിക്കും. അപ്പൊ ചോദിക്കത്തില്ലേ, ആണോ, ഐഡിയ എന്താ, അല്ലെങ്കിൽ ടീമിന്റെ പേര്? അപ്പൊ തിങ്ക് ചെയ്യാറുണ്ടോ ഇങ്ങനെ ഒരു പേര് വേണം, ഇനി ഇടണം എന്നൊക്കെ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ നമ്മള് എല്ലാ ചാനലും പറഞ്ഞു കൊടുത്തതിന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. എല്ലാവരുടെയും കൂടെ ഒരേപോലെ പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാറുണ്ടോ? ജോലി എന്താ ചോദിക്കുന്നത്? ജോലി കഴിഞ്ഞ് വന്ന് നിൽക്കാണല്ലോ നാട്ടില്, അപ്പൊ നാട്ടുകാർ ചോദിക്കുമല്ലോ പോകുന്നില്ലേ തിരിച്ചു? എത്ര നാളായാലും വന്ന് നിൽക്കുന്നത്, അപ്പൊ ജോലിക്കൊന്നും തിരിച്ചു പോകുന്നില്ലേ എന്ന്. അപ്പൊ ഈ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടാ. ഇവിടെ ഇപ്പോഴും അതങ്ങോട്ട് ആയിട്ടില്ല അല്ലേ? ഇപ്പൊ എന്റെ വീട്ടിലും ഇവന്റെ വീട്ടിലൊക്കെയാണ് ഇതായി. ഇപ്പൊ വന്നിട്ട് കുറച്ച് നാളെ ആയോളൂ, വന്ന് ബാംഗ്ലൂരിൽ നിന്ന് ജോലി നിർത്തി വന്നിട്ട്. അപ്പൊ ഇവിടെ ആയി തുടങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതിന്റെ കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. ഇപ്പൊ വീഡിയോ എടുക്കുമ്പോൾ ജോലിയായിട്ടൊന്നും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതൊരു ജോലിയാന്ന് പറയാം. ജോലി എന്തെങ്കിലും വേണം, സൈഡിൽ കൂടെ ഒരുവിധപ്പെട്ടവരുടെയൊക്കെ മനോഭാവം അതല്ലേ, രാവിലെ പോകുന്നു, വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്നു, അങ്ങനെ പരിപാടിയാണ് ജോബ്. അങ്ങനെ ഇതാണ്. ഇതിപ്പോ നമ്മളൊരു 9 to 5 കണക്കാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു നോർമൽ, ഞാൻ സാലറി ഒന്നും ചോദിക്കുന്നില്ല, അതൊക്കെ ഭയങ്കര ക്ലീശ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എങ്കിലും ഈ പറയുന്ന നോർമലി 9 to 5 ജോലിക്ക് പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അവർക്ക് വരുന്നതിനെക്കാട്ടിലും ഇൻകവും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഒരു മാസം കണക്കറിയാത്ത ഇത് മറ്റേ കണക്കിൽ നമുക്ക് ചോദ്യം വരത്തില്ലേ? 5 ആപ്പിൾ ഉണ്ട് കയ്യിൽ, 2 ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതല്ല. അവിടെ 20 കിട്ടിക്കൊണ്ടിരുന്നത്, ഇപ്പൊ ഇരട്ടി കിട്ടും. പക്ഷെ പൈസ ഞാൻ കൊള്ളാട്ടോ, ഞാനീ പണി ഇട്ടാലോ കൊള്ളാം. നിങ്ങക്ക് എല്ലാവർക്കും അപ്പം ആ ഒരു എമൗണ്ട് കിട്ടൂലേ?
ഡിപ്പെൻസ് നമ്മൾ വീഡിയോ ഇടുന്നതനുസരിച്ച് ഇപ്പൊ എത്ര വ്യൂസ് കയറുന്നു, ഓരോ ചാനൽ പ്രൊമോഷൻസ് എത്ര വരുന്നു, ഇപ്പം സബ്സ്ക്രൈബർ അനുസരിച്ച് പ്രൊമോഷൻസിന്റെ ഞാനേത് തമ്മിൽ തെളിയിക്കാൻ ചോദിക്കുന്നില്ല കേട്ടോ. എന്നാലും ഒരു കോമൺ ഡൗട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും വേറെ വേറെ ചാനൽ ഉണ്ടല്ലോ, പിന്നെ മെയിൻ ആയിട്ട് എല്ലാവർക്കും കൂടി ഒരു ചാനൽ ഉണ്ട്. അപ്പൊ റെമ്യൂണറേഷൻ വരുമ്പം മനസ്സിലായില്ലേ അതിന്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാരും കൂടെ ആയിട്ടല്ലേ പ്രതീക്ഷിച്ചത്. ഒരു കുഴപ്പമില്ലാത്തൊരു നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെ പോട്ടെ, ഞാൻ ഒന്നും ചോദിച്ചില്ല. മാച്ചറിലേക്ക് എല്ലാം മാച്ചറിലേക്ക്. ഓക്കെ, അപ്പൊ ജോലി കളഞ്ഞ് വന്ന ആള് മജീഷാണ്, ബാക്കി എല്ലാവരും ആയിക്കോട്ടെ ഇത് തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. അല്ല, നമ്മള് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, കൂടെ സൈഡായിട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലാസ്സിന് പോകുന്നെങ്കിലും തിങ്കൾ തൊട്ട് ശനി വരെ ക്ലാസ്സിന് പോകും, ഞായറാഴ്ച മാത്രം വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുന്ന ദിവസം വീഡിയോ എടുക്കും. അങ്ങനെയായിരുന്നു എടുത്തോണ്ടിരുന്നത്. പിന്നെ ഒരു സമയത്ത് ഇതൊരു പച്ച പിടിച്ച് തുടങ്ങി എന്നുള്ള രീതിയിൽ നിന്ന് എന്തെങ്കിലും 10 പൈസ നമുക്ക് കിട്ടും എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രം പിന്നെ അങ്ങനെ ഉറപ്പായപ്പോഴേ എല്ലാം കളഞ്ഞിട്ട് ഒരു റിസ്ക് എടുത്ത് നിന്നു. ആദ്യം നമുക്കറിയാമല്ലോ, ആദ്യം നമുക്ക് ഒന്നും കിട്ടത്തില്ല. അപ്പം വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴേ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴേ ഒരിക്കലും പൈസ ഉണ്ടാക്കണം, അങ്ങനെ നമുക്ക് ഇത്രയും കിട്ടും, നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു റവന്യൂ ഇല്ലാതെ നമ്മള് അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് വേറെ അടുത്ത് പോയത്. ഇപ്പൊ നമ്മളിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ IT ഞാൻ ഫിറ്റർ പഠിച്ചിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് ഉടനെ എല്ലാവരും അടുത്ത് ഗൾഫിലോട്ടാണ് എല്ലാവരും നോക്കുന്നത്. ഞാൻ അതുപോലെ എവിടെയെങ്കിലും 2 വർഷം ട്രെയിനിങ് നിൽക്കണം പറഞ്ഞാൽ ബാംഗ്ലൂർ നോക്കിയത്. ഇതിപ്പോ ഇവിടെ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ ആ സമയത്ത് ഞങ്ങൾക്ക് പൈസ ഒന്നുമില്ല, വരുന്നില്ല പൈസ ഒന്നും. അപ്പൊ ഇപ്പൊ ഞാൻ അവിടെ എണ്ണ അടിച്ച് ഇപ്പൊ എന്റെ ഇവിടെ 2-3 കിലോമീറ്റർ അവിടെ ഇപ്പൊ എണ്ണ അടിച്ച് വരുന്നെങ്കിൽ പോലും ഇവനാ പൈസ പൈസ ഇല്ല, ആരുടെയും പൈസ ഇല്ല. എനിക്ക് കുറച്ച് സൈഡ് പരിപാടികളുണ്ട്. ഞാൻ അച്ഛൻ്റെ കൂടെ പെയിന്റിങ്ങിന് പോകും, ഞാൻ തേങ്ങ കടത്താൻ പോകും. തേങ്ങ കടത്താനല്ല, പിന്നെ മിഷനുണ്ട്, തേങ്ങ കടത്താൻ പോകും. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ എന്റെ അല്ലറ പൈസ എന്റെ ചെലവിനുള്ള കിട്ടും. അപ്പൊ ഞാൻ അത് കൊടുത്തിട്ട് അവരെ വീഡിയോ എടുക്കാൻ വിളിക്കുന്നത്. അപ്പോഴും എനിക്ക് വീഡിയോ എടുക്കണം, വീഡിയോ എടുത്ത് കുറച്ച് ഇടുമ്പോൾ ലൈക്ക് ഒക്കെ ആണല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് കാണുമ്പോൾ ഭയങ്കര രസമാണ്. 10K ലൈക്ക്, ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടി മാത്രമാണ് പണ്ട് വീഡിയോ ചെയ്യുന്നത്. എനിക്കത് മനസ്സിലായി. നിങ്ങളുടെ ഇൻസ്റ്റ എടുത്തിട്ട് ഹൈലൈറ്റ്സ് നോക്കുമ്പോൾ മറ്റിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ 1000-ന്റെയും 10,000-ന്റെയും 1,00,000-ന്റെയും ഒക്കെ ഇങ്ങനെ സ്റ്റോറി കിടപ്പുണ്ട്. വൈകിട്ട് അത് റീച്ച് ആവുന്ന കാണുമ്പോഴായിരുന്നു നമുക്ക് സന്തോഷം. അതേ ഉള്ളൂ, നമുക്ക് അതിൽ വേറെ ഒന്നും കിട്ടുന്നില്ല. വീഡിയോ ഇടുന്നു, റീച്ച് ആയി, സമാധാനം, തീർന്നു, ഇനി അടുത്ത വീഡിയോകളാലേക്ക്. അത്രേ ഉള്ള സംഭവം. മനസ്സിലായി. ഞാൻ ഈ തേങ്ങ കടത്താൻ ചോദിച്ചൊന്നും ചിന്തിക്കല്ലേ, ഞാൻ ഇങ്ങോട്ട് വരുന്ന വയ്ക്കാൻ മറ്റേ ഇപ്പൊ ഇവിടെ മറ്റേ എന്തുവാടാ സാധനത്തിന്റെ പേര്, ഞങ്ങളുടെ അങ്ങനെ പൊരിപ്പൊന്നും പറയത്തില്ല. എന്താ ബജി ഐറ്റംസ് ഇല്ലേ, കടികള് അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പൊ ഞാൻ പൊരിപ്പ് കട, അപ്പൊ ഞാൻ പരിപ്പ് എനിക്കറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ വാക്കുകൾക്ക് വ്യത്യാസം, എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമല്ലേ, അതുകൊണ്ട് പൊരിപ്പ്. ആ പൊരിപ്പ് കട. ഇവിടെ എന്തെങ്കിലും വെറൈറ്റി അങ്ങനത്തെ വേറെ വാക്കുകളൊക്കെ ഉണ്ടോ നിങ്ങളുടെ ഈ നാട്ടിൽ? വേറെ വാക്കുകളൊന്നും പറയാൻ കൊള്ളാം. അത് നമുക്ക് അറിയത്തില്ലല്ലോ, അത് വേറെ. അല്ല, പുറത്തിങ്ങനെ സംസാരിക്കുമ്പോ ആരെങ്കിലും കമന്റ്സിലൊക്കെ അങ്ങനെ വരാറുണ്ടോ ഈ വാക്കുകൾ, ഇങ്ങനെ വെറൈറ്റി അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ? എന്താ പറഞ്ഞ എന്തുണ്ട് പറ, അതെന്തോ എക്സ്പ്രഷൻ കണ്ടിട്ടല്ലേ കാര്യമായിട്ട് എന്തോ കെർവിച്ചോ, കേന്തി അടിച്ചിരിക്കുന്നതൊക്കെ ഉണ്ടോ? കെറുന്നൊരു വാക്കുണ്ട്, അറിയത്തില്ല. കെറുന്ന് വെച്ചാ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഇയാളെ ഊക്കി കളിയാക്കുമ്പോഴത്തേക്ക് ഇയാള് പിണങ്ങിയിരിക്കുക, അപ്പൊ കെറി വെച്ചിരിക്കും എന്ന് പറയും. കേട്ടിട്ടില്ല ഞാൻ. പിണങ്ങിയിരിക്കും, അപ്പൊ ഇങ്ങനെ മാറി ഇങ്ങനെ നിൽക്കുക, ഭയങ്കര ഇതായിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ കേന്തിയാണ് ആ ഒരു സാധനം. ഈ നാട്ടിലുള്ള ഒരാള് ഒരു ക്യാമറ പോയിട്ടുണ്ട്, അവൻ കേട്ടിട്ടുണ്ട്. നമ്മള് കേട്ടില്ലേ, കൊള്ളാട്ടോ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കോണ്ടന്റ് ക്രിയേഷനിലേക്ക് തിരിച്ചു വരാം. നിങ്ങളൊക്കെ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? സ്കൂളിൽ പഠിച്ചാണോ, കോളേജിൽ പഠിച്ചാണോ, അടുത്തുള്ളതാണോ, റിലേറ്റീവ്സ് ആണോ? റിലേറ്റീവ് ഇവൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി, ബൈക്ക് എടുത്തിട്ട് ബൈക്ക് വീഡിയോസ് ഇട്ട് തുടങ്ങി. ഇവനായിരുന്നു എടുത്ത് വീഡിയോസ് ഒക്കെ എടുത്ത് ഇടുന്നത്. നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ? ഞാനും അവനും ഒരുമിച്ച് പഠിച്ചത്. അല്ല, ഞാൻ 9 വരെ ഇവന്റെ സ്കൂളിൽ പഠിച്ചു. ഞാൻ ഇവന്റെ ഡിവിഷനിലല്ലായിരുന്നു. ഞാൻ ബിയും ഇവ സിയും ആയിരുന്നു 9 വരെ. എന്നെ 10ാം ക്ലാസ് സ്കൂൾ മാറ്റി. അപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് ബന്ധം പിന്നെ ഞങ്ങൾ പോയി. ഇവനെ 10ാം ക്ലാസ് മാത്രമേ സ്കൂളിൽ മാറ്റി. അത് മാറ്റി, എന്നെ മാറ്റിയപ്പോ എനിക്ക് ഇവനെ അറിയാന്നേ ഉള്ളൂ. മജീഷ് എന്നുള്ള ഒരാൾ അവിടെ ഉണ്ടെന്നുള്ള അറിയാതുള്ളൂ, അറിയാന്നേ ഉള്ളൂ. പിന്നെ ഡിഗ്രിക്ക്
പേരിന് ഒരു കോളേജിൽ പോയി ചേർന്ന് ഏരൂര്. അപ്പോഴത്തേക്ക് പുള്ളിയും വരുന്നത്. അപ്പോൾ ഇവന് ആ കോളേജ് എനിക്ക് പരിചയപ്പോൾ ഇവനെ മാത്രമേ ഉള്ളൂ. കോളേജിൽ വന്നപ്പോൾ എനിക്ക് വേറെ കമ്പനിക്കാരോ ആരും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവൻ്റെ കൂടെ കമ്പനി ഓടി. അന്ന് എനിക്ക് മറ്റേ നമ്മൾ കൊറോണ ടൈമാണെന്ന് തോന്നുന്നല്ലടാ. കൊറോണ ടൈമിൽ ഈ ബൈക്കും കൊണ്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു ഭയങ്കര ട്രെൻഡായിരുന്നു. ബൈക്ക് വയലിൽ കൂടെ ഒക്കെ ഓടിക്കുക, മറ്റേ അങ്ങനെ മറ്റേ ഫ്രണ്ട് നോക്കി ഓടിക്കുക, ബാക്ക് നോക്കുക, അങ്ങനൊന്നും അല്ല. അപ്പൊ അങ്ങനത്തെ ഓരോ പരിപാടികളുണ്ടല്ലോ, ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ഓരോ. ഈ നാട്ടിലെ മെയിൻ ആയിരുന്നു ഭരത്. അല്ല ഞാൻ ചോദിക്കുക, അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഗേൾസ് ഫ്രണ്ട്സ് ഒക്കെ ഉള്ള മൂന്നാല് വീടിന്റെ മെയിൻ അവിടെ ഞങ്ങളാണ് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യായിരുന്നു. അപ്പം ഇവൻ സ്വാഭാവികമായിട്ട് ഇവന് വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടം. അപ്പൊ ഇവനെ വീഡിയോ എടുക്കാൻ വിളിച്ചോണ്ടു. അപ്പൊ മറ്റേ വണ്ടിയുടെ ബാക്കിൽ ഇരുന്ന് വീഡിയോ എടുക്കാൻ ബൈക്കിന്റെ കുറെ വീഡിയോസ് എടുത്ത് വെക്കും. ബൈക്കിലൊക്കെ പോകുമ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ട് ഇത് തന്നെ റിപ്പീറ്റ് ഇട്ടോണ്ടിരിക്കും. പാട്ട് മാറ്റി ഇട്ടോണ്ട് വരും. പാട്ട് വരുമ്പോ അത് ഇട്ടോണ്ടിരിക്കും. മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ കണക്ട് ആയത്. ആ സമയത്തും ഇവന് ഞാനും ഇവനും +1 + 2 പഠിച്ച ഒരുമിച്ച്. അപ്പൊ അന്ന് തൊട്ട് നമുക്ക് ഈ സിനിമ ഷോർട്ട് ഫിലിം ഞങ്ങൾ ഷോർട്ട് ഫിലിം എടുക്കും. ഞങ്ങൾ ഇങ്ങനെ മാറിയിട്ട് റീൽ എടുക്കും. അപ്പൊ ഞങ്ങള് ഷോർട്ട് ഫിലിമുകളാണ് കൂടുതലും ഇത് ചെയ്യുന്നത്. ഫോണിലൊക്കെ ഷോർട്ട് ഫിലിം എടുക്കും. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിന് അഭിനയിക്കാൻ വേണ്ടി ഇവിടെ ഷൂട്ട് ചെയ്യാൻ ഇവിടെ വന്നു. അങ്ങനെ ഞാൻ ഇവനെ പരിചയപ്പെടുന്നത് ഇവിടെ വന്നു. അപ്പൊ ഇവൻ മറ്റേ റീൽ എടുക്കുന്നുണ്ട്. അപ്പം മറ്റേ ഹെൽമെറ്റ് വെച്ച് സാധനം എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങള് കണക്ട് ചെയ്യും. പിന്നെ റീൽ എടുക്കാൻ ഞങ്ങൾ വരും. ഇവര് ഇവിടെ തന്നെ ഉള്ളു. പിന്നെ അന്ന് ഹെൽമെറ്റ് വീഡിയോ ആ എടുക്കുമ്പോ തൊട്ടേ കണ്ണപ്പൻ നമ്മളുണ്ട്. ആദിഷ് കണ്ണപ്പൻ വിളിക്കുന്നത്. അപ്പം ഞാനാലും ബാക്കിയുള്ളവരെ പോകും, വരും, നിൽക്കും, പോകും. എനിക്കൊന്ന് പോയിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ പുള്ളി മാത്രമേ ഉള്ളൂ. ഈ ടീമിന്റെ മറ്റേ എന്താ നെടുന്തൂണെന്നൊക്കെ പറഞ്ഞ സംഭവം. ചെറിയ ഇനി വാസ്കോ എങ്ങനെയാണ്? വാസ്കോ ഇടയ്ക്ക് ഇങ്ങോട്ട് ഞാൻ എന്നാ അല്ല ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു മറ്റേ ഹെൽമെറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്ത് കോഴ്സ് എടുക്കുന്ന പരിപാടി. ഏകദേശം ഒരേ സ്ട്രക്ചർ ഒക്കെ ആയതുകൊണ്ട് ഹെൽമെറ്റ് വെക്കാൻ വേണ്ടി ഹെൽമെറ്റ് വെക്കാൻ വേണ്ടിട്ട് എന്നെ വിളിച്ച്. മുഖം കാണത്തില്ലല്ലോ, മോൻ കാണിച്ച് ചെയ്യുന്നല്ലോ. ഇവന്റെ ഒരു ഹൈറ്റ് വെയിറ്റുള്ള പുള്ളി ഇവനുണ്ട്. അപ്പൊ ഇവൻ വന്ന് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇവന് എടുത്തിട്ട് ഹെൽമെറ്റ് അങ്ങനെ വീഡിയോ എടുക്കാൻ വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇത് വന്ന് പിന്നെ പതുക്കെ ഹെൽമെറ്റ് മാറ്റി. പിന്നെ ഒരു സമയത്ത് ഹെൽമെറ്റ് ഹെൽമെറ്റ് മാറ്റണം എന്ന് തോന്നി. പിന്നെ ഒരു ടൈം എത്തിയപ്പോ ഹെൽമെറ്റിന്റെ ഇതൊക്കെ കഴിഞ്ഞു. ആ സമയത്ത് ഞാൻ എറണാകുളത്ത് കോഴ്സ് നിർത്തി വന്നു. നമ്മൾ ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ഡൗൺ ആയിട്ട് എല്ലാം ഡൗൺ ആയിട്ട്, യൂട്യൂബ് ഇല്ല, ഇൻസ്റ്റാഗ്രാം എന്തോ ഡൗൺ ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ടിക്ടോക്ക് ഉണ്ടായിരുന്നോ? ടിക്ടോക്ക് അക്കൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ. ടിക്ടോക്ക് ഉള്ള ടൈമിലല്ല നമ്മൾ തുടങ്ങുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ആയിട്ട് ഓക്കെ, ടിക്ടോക്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് വന്നവരുണ്ട്, ജോലി ഡ്രോപ്പ് ചെയ്ത് വന്നവരുണ്ട്, എന്തൊക്കെ ആൾക്കാരാ. വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ കൈയും കഴിയും കാണാതിരിക്കും. പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞു കിട്ടുന്നില്ല, വീട്ടിൽ കൊണ്ടുപോകുന്നില്ല. ഒരു കാറില് നിങ്ങളെ പിക്ക് ചെയ്യാൻ കാർ വന്നില്ല, ആ കാറിനകത്തല്ല. ഇപ്പൊ അതിനകത്ത് 5000 രൂപ കഴിഞ്ഞാൽ കാറിൽ എന്തെങ്കിലും മേടിച്ചു വെക്കും. വീട്ടിൽ കൊടുക്കണം അല്ലേ? വീട്ടിൽ ചോദിച്ചു വാങ്ങിക്കണം. അച്ഛൻ ജോലി ചെയ്യില്ലേ? ജോലി ചെയ്യുമ്പോ തലയിരിക്കും. എത്ര വയസ്സിലായി? 25. അച്ഛൻ കല്യാണം കഴിച്ചു. അവര് പോകുന്ന അവർക്കില്ല, അവർക്ക് കല്യാണം കഴിച്ചൂടെ? അപ്പൊ ജോലി ആവത്തില്ല. ഞാൻ ഒന്നും പറയുന്നില്ല, കാര്യം വീട്ടുകാർ കാണുന്നതാണല്ലോ, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ചോദിച്ചു വാങ്ങിച്ചു, അത്ര പറയുന്നുള്ളൂ. ഇല്ല, അത് അങ്ങനെ അതായിരിക്കും നമ്മുടെ റീല്. ഇനി അറ്റത്തിരിക്കുന്ന 2 പേര്. ഞാൻ വിചാരിച്ചു വാസ്കോയാണ് ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളെന്ന്, പക്ഷെ വാസ്കോ മിണ്ടുന്നില്ല, വയ്യാത്തോണ്ടാണ്. വയ്യാത്തോണ്ടാവും. അങ്ങനല്ല, അങ്ങനെ പനി വയ്യ വന്നപ്പോ തൊട്ട് ഒരു ഡൾ അങ്ങനെ, അതുകൊണ്ടാണോ? തലവേദന. നിങ്ങൾ വരുന്ന കിടക്കുമായിരുന്നു. ആണോ? ശരിക്കും വയ്യാതിരിക്കുവാണോ? 2 ദിവസം കൊണ്ട് നല്ല കണക്ക് വീഡിയോ എടുപ്പും. ശനിയാഴ്ച ഞങ്ങൾ സ്കെച്ച് എടുക്കുന്നത്. സ്കെച്ച് എന്ന് വെച്ചാൽ ഞങ്ങൾ ലോങ് വീഡിയോ ഇടും യൂട്യൂബിൽ. ആഴ്ച ഒരു ദിവസം ലോങ് ഫോർമാറ്റ് വീഡിയോ, അത് ശനിയാഴ്ച ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അന്ന് ഇച്ചിരി ടൈറ്റ് ആയിരുന്നു. അന്നും ഇന്നലെ ഞങ്ങൾ 4 വീഡിയോ എടുത്തു. ഒരു ദിവസം 4 വീഡിയോ എടുത്തു, 4 റീൽ എടുത്തു. അപ്പൊ അന്ന് ഇച്ചിരി ടൈറ്റ് ആയി പോയി. ഇങ്ങനെ ഫോർമാറ്റ് ഉണ്ടോ? ഇങ്ങനെ ഇത്ര ദിവസം ഇത്ര വീഡിയോസ്, ശനിയാഴ്ചകളിൽ ലോങ് വീഡിയോ പറഞ്ഞ എനിക്ക് ഞങ്ങള് കറക്റ്റ് നല്ല ആളാണ്. ഇല്ല, ശനിയാഴ്ച സ്കെച്ച് എടുക്കും, ബാക്കി ദിവസം വീഡിയോ എടുക്കും. മനസ്സിലായി. 10 മണിക്ക് വീഡിയോ തുടങ്ങും, രാവിലെ വൈകുന്നേരം വരെ വീഡിയോ എടുക്കും. വൈകുന്നേരം വരെ സമയം എടുക്കത്തില്ലേ? ഞങ്ങൾ നോർമലി 2 വീഡിയോസ് എടുക്കും ഒരു ദിവസം, അങ്ങനെ പോകണം. ഇപ്പൊ ഇതിനിടയ്ക്ക് ഒരു പ്രൊമോഷൻ എടുക്കണമെങ്കിൽ, ഇപ്പൊ മജീഷ്യൻ അത്യാവശ്യം ഒരു പ്രൊമോഷൻ എടുക്കണമെങ്കിൽ അതൊന്നും എടുക്കും. ഇപ്പൊ എനിക്ക് നാളെ വീഡിയോ ഇടണ്ടേ, അപ്പം അത് ഇപ്പൊ എനിക്ക് നാളെ വീഡിയോ ഇടണ്ടേ, അപ്പൊ എന്റെ വീഡിയോ ഒന്നും ഇല്ലെങ്കിൽ
അപ്പം വേറൊരു ദിവസത്തെ അന്ന് എടുക്കുന്ന ഒരു വീഡിയോ ചിലപ്പോൾ മാറ്റി വെച്ചിട്ട് എനിക്ക് എടുക്കാൻ സമയം തരും. നമ്മൾ 2 ദിവസത്തെ ഗ്യാപ്പിൽ ഒരു ചാനൽ വീഡിയോ പോകണം അങ്ങനെ. Okay, അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ ചാനലിലേക്കും നിങ്ങൾ ഇതേ ഒരു ഓർഡറിലാണ് പോകുന്നത്? 4 ചാനലിലും മെയിനായിട്ടുള്ളത് 4 ചാനലിൽ മൊത്തം ഉണ്ട്. Okay. ഈ 4 ചാനലിൽ നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ ഇടും. Okay. മെയിൻ ചാനലിൽ ഒരു സ്കെച്ചും ആഴ്ച ഒരെണ്ണം ഇടും. അതാണ് ഫോർമാറ്റ്. അപ്പം നമ്മൾ ഒരു ദിവസം 2 വീഡിയോ എടുക്കും. ഇപ്പൊ മെയിൻ ചാനൽ ഒരു ചാനൽ എടുക്കും, ഇവർ രണ്ടുപേരും ഇപ്പൊ എന്റെ ഒരു വീഡിയോ ഒരു ദിവസം എടുക്കുവാണെങ്കിൽ വാസ്കോടെ ഇത് ഉച്ച കഴിഞ്ഞെടുക്കും. പിറ്റേന്ന് ദിവസം ഇവന്റെ ചാനലിൽ ഒരു വീഡിയോ എടുക്കുവാണെങ്കിൽ അടുത്ത ചാനൽ ഇവന്റെ ചാനൽ എടുക്കും. കൊള്ളാല് പരിപാടി. അങ്ങനെയാണ് എടുക്കുന്നത്. ഇത് സ്ക്രിപ്റ്റ് എന്താ മെയിൻ ഇപ്പൊ ഭരത് എന്ന് പറഞ്ഞ ചാനലും അനന്തുവിന്റെ ചാനലും ഞങ്ങളാണ് നോക്കുന്നത്. സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ നോക്കുന്നത്. ഇവര് അവരെല്ലാം ചെയ്യും. നമ്മൾ ഇംപ്രവൈസ് ചെയ്ത് കൊടുക്കും. ഷൂട്ട് ചെയ്യുമ്പോഴും മറ്റേ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഇങ്ങനെ കൊടുക്കണം, അങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കും, ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കും. പിന്നെ ആഴ്ച ഒരു ദിവസം സ്കെച്ച് ഇവൻ ഡയറക്റ്റ് ചെയ്യും. ഇവൻ സ്ക്രിപ്റ്റ് എഴുതി ഇവൻ ഡയറക്റ്റ് ചെയ്യും. അതിന്റെ നെക്സ്റ്റ് ആഴ്ച അടുത്ത ആഴ്ച ഇവൻ സ്ക്രിപ്റ്റ് എഴുതി അവൻ ഡയറക്റ്റ് ചെയ്യും. അങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ചോദ്യം ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്. ഓരോ ആഴ്ചയും എനിക്ക് സംഭവം പണി ഇവിടെ കിട്ടി. പക്ഷെ ഞാൻ ഇത് ഇത്രയും വലിയൊരു പ്രൊഫഷണൽ പരിപാടിയാണെന്ന് ഞാൻ ചിന്തിച്ചില്ല. ചുമ്മാ ഇത് നമ്മൾ പ്ലാനിങ് ഇല്ലെങ്കിൽ മൊത്തം പോകും. മനസ്സിലായോ? ഇതിപ്പോ ഇവനിപ്പോ വന്നിട്ട് നാളെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾ ഇന്ന് വരുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നലെ 4 വീഡിയോ എടുത്ത്. ഓ ശരി ശരി. ഞാൻ ഭരത്തിനെ ഇന്റർവ്യൂ വിളിച്ചപ്പോഴും ഭരത്ത് നിങ്ങൾ ഏത് ദിവസം വരുന്നത്, അതിന് ഷൂട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓ ശരിയാ. ഇപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് അടുത്തെടുക്കാം. ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങളെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ വൈകിട്ട് വീഡിയോ എടുക്കാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൊള്ളാല്. വേറെ ഒന്നിനും പോകുന്നില്ല. ഇത് ആദ്യം നമ്മൾ പറഞ്ഞ സാധനമില്ല, 9 to 5 ജോബിന്റെ കാര്യം പറഞ്ഞില്ലേ, അത്രയും പ്രഷർ ഇല്ല കേട്ടോ. ഇത് ഭയങ്കര പ്രഷറാണല്ലോ ഇങ്ങനെ പ്രഷറല്ല, ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്കിത് പ്രഷർ എന്നുള്ള സാധനം വരുന്നില്ലല്ലോ അവിടെ. നമ്മളാരും നിർബന്ധിക്കുന്നില്ല, ഇത് നമ്മൾ ഇഷ്ടത്തോടെ ജോലി നമുക്കിപ്പോ ഒരു വേറൊരു കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകണമെങ്കിൽ ഭയങ്കര ഇതല്ലേ. ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്ന ഒരു പാറ്റേൺ. ഇനി അല്ലാതെ വീഡിയോട് മാറ്റിയിട്ട് ബാക്കി ചോദിക്കും കേട്ടോ. ശരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ഭയങ്കര ഒരു ഇന്നസെന്റ് ഫേസ് എനിക്ക് വരുന്ന വരെ തോന്നിയത് ഭരത്തിനായിരുന്നു. ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുമ്പോഴും അല്ലാതെ നമ്മൾ പ്രൊഫൈലിലേക്ക് നിലക്ക് കയറി നോക്കിയപ്പം ഇല്ല, ഭയങ്കര ഒരു നിഷ്കളങ്കൻ, ഒരു പാവം, അങ്ങനത്തെ ഒരു ഫേസ് തോന്നി. പക്ഷെ ഇവിടെ വന്നപ്പോ ഞാൻ ആ തോട്ട് മാറി എനിക്ക് വേറെ ആളാന്ന് തോന്നി. ആരായിരിക്കും? അനന്ത്. ചിരിച്ച് നിക്ക ഭയങ്കര ഒരു പാവം അങ്ങനെയാണോ ശരിക്കും? കൂടുതൽ ഏറ്റവും പാവം ആരാ ശരിക്കും? പാവം വെച്ച് കഴിഞ്ഞാ വാസ്കോ ഇപ്പൊ നമുക്കിപ്പം എനിക്കിപ്പോ വീഡിയോ എടുത്ത് നമുക്ക് ദേഷ്യം വന്നു. വാസ്കോ ഇങ്ങ് അവനെ 2 ചീത്ത വിളിക്കും. അപ്പൊ വാസ്കോ അല്ല അത് എടുത്തിട്ടോ ശരി എന്താ പറഞ്ഞാലും ഒരു ഇപ്പൊ പറഞ്ഞാലും അവ താഴെ എന്നിട്ട് ഞങ്ങൾ ഏടിയാന്ന് പറഞ്ഞു. അത് കേൾക്കണം. നമ്മളെ കൂടെ 2 ആഴ്ച സ്കെച്ച് എടുക്കുന്നു പറഞ്ഞു. അപ്പൊ നമ്മളെ കൂടെ നിർത്തിയിട്ട് ഇങ്ങനെ ടെൻഷൻ വരും, എന്തോ ടെൻഷൻ വരുമ്പോ ചീത്ത നല്ല നമ്മൾ അണ്ണന്മാരല്ലേ പിള്ളേർക്ക് നമ്മളല്ലേ പറഞ്ഞു. അല്ല അങ്ങനല്ല, കണ്ണപ്പനെ പറഞ്ഞ അവൻ തിരിച്ചു വിളിക്കും. ശരിക്കും ദേഷ്യം വരുമോ? അങ്ങനല്ലേ ഇങ്ങനെ ഇത്ര ഇതായിട്ടുള്ളവർക്ക് അങ്ങനെ ദേഷ്യം വരുന്നത്? ചുമ്മാതൊന്നും അല്ല. ഇതിപ്പം നമ്മളിപ്പോ അവൻ എന്തെങ്കിലും ചുമ്മാ കളിയാക്കി പറഞ്ഞതല്ല, അത് വെളിയിൽ നിന്നായിരുന്നു ചെറുക്കനെ വഴക്ക് അറിയത്തില്ല. അവനത് കേൾക്കേണ്ടത് തന്നെ. വാസ്കോയുടെ കൂടെ എല്ലാത്തിനും ഒരാള് വേണം. ചിലപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വീഡിയോ എടുക്കാൻ ഇപ്പം ചുമ്മാ ഇപ്പൊ ഒരു പ്രോപ്പർട്ടി വേണം, ഇപ്പൊ നൈറ്റി അത് ഇതെല്ലാം പ്രോപ്പർട്ടി വേണം, അതെല്ലാം എടുത്തോണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് അവൻ പകുതി സാധനം അവിടെ വെച്ചിട്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ അയ്യോ എന്ന് പറഞ്ഞാൽ പിന്നെ പോകും. പിന്നെ ചില സാധനങ്ങൾ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ദിവസം 2 വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ആകെപ്പെട്ടു. അതല്ലേ ഞാൻ നമ്മൾ പറഞ്ഞ അവരവരെ തന്നെ അവരവരെടുക്കും. നിങ്ങൾ തന്നെ അവരവർ തന്നെ ഫുൾ എല്ലാം എഴുതിക്കൊണ്ട് തന്നെ പറയാം. എല്ലാവർക്കും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ അറിയാം. സ്ക്രിപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ സ്ക്രിപ്റ്റിന്റെ ഫോർമാറ്റിലൊന്നും അല്ല എഴുതുന്നത്, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേഗം എടുക്കാൻ വേണ്ടി എഴുതും. ഷോർട്ട് സ്കെച്ച് മാത്രമാണ് പ്രോപ്പർ സ്ക്രിപ്റ്റ് എഴുതുന്നത്. വീഡിയോ എടുക്കുന്നതാരാ? അപ്പൊ നമ്മൾ മാറിയും തിരിഞ്ഞു നിങ്ങൾ എല്ലാവരും വീഡിയോ എടുക്കും, എഡിറ്റ് ചെയ്യും, സ്ക്രിപ്റ്റ് എഴുതും, ആക്ട് ചെയ്യും, എല്ലാവരും എല്ലാം ചെയ്യും. അതുകൊണ്ട് എത്ര 4 ചാനൽ പൊക്കോണ്ടിരിക്കും. ഇപ്പൊ ഒരാൾ ചെയ്ത പണി കിട്ടിയാണ്. ശരി എഫേർട്ടും കൂടും, പ്രഷറും കൂടും. ഇതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് എന്നാലും ഇപ്പം എഡിറ്റിംഗ് ഒരാൾക്ക് കുറച്ച് സ്കില്ല് കൂടുതലുണ്ട്, അങ്ങനെ നമുക്ക് അറിയായിരിക്കുമല്ലോ. മജീഷാണ് ആദ്യം തൊട്ടേ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം വീഡിയോ ചെയ്യുമ്പോ എഡിറ്റ് ചെയ്യുന്നതെല്ലാം മജീഷായിരുന്നു. അപ്പൊ ഇവൻ ബാംഗ്ലൂർ പോയപ്പോ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് ഇവന് അയച്ചു കൊടുക്കും. നമ്മുടെ ജോലി സ്ഥലത്ത് എഡിറ്റ് ചെയ്ത് അയക്കും. നമുക്ക് അങ്ങനെ ചെയ്തോണ്ടിരുന്ന. അപ്പം പിന്നെ ഞാൻ മറ്റേ ജോലിയൊക്കെ
കോഴ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടാ നമ്മൾ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗിൽ മെയിൻ മജീഷാണ്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഐ മീൻ സ്ക്രിപ്റ്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും അടിപൊളിയാരാ? അതിപ്പോ ഇവർ രണ്ടുപേരും ഒരേപോലെ തന്നെ ചെയ്യും. നിങ്ങൾ രണ്ടുപേരും. ഓക്കെ, ആക്ടിങ്ങിൽ ഇതാണ് ഏറ്റവും അടിപൊളി ആക്ടർ, അതാണ് അനന്ത്. അതൊന്നും എത്ര കാലേ ശേ അടിപൊളി. ഒന്നൊന്നോ മജീഷിന് ഇതൊക്കെ കഴിവാല്ലേ? കോൺസെപ്റ്റ് കൊണ്ടുവരുന്നവരാ. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഞാനിപ്പോ ആദ്യം പറഞ്ഞൊരു സാധനം ഭയങ്കര റിലേറ്റബിൾ ആണ്, ഇതൊക്കെ നമുക്കറിയാം. അതിപ്പോ പലരായിരിക്കും. ഇപ്പം എനിക്കൊരു ഐഡിയ കിട്ടി, ഇപ്പൊ ഈ ഒരു ഐഡിയ ഞാൻ ഇവനോട് പറയും, അപ്പൊ ഇവൻ കുറച്ച് ഇംപ്രവൈസ് ചെയ്യും. എന്നിട്ട് ഈ ഒരു സാധനം ഇത് കയറണമെങ്കിൽ വൈറലാവണമെങ്കിൽ നമുക്ക് ഇത് ഇച്ചിരി കിട്ടണമെങ്കിൽ ഇത് വേറെ എവിടെയും കൊണ്ട് പ്ലേസ് ചെയ്താലും നമ്മുടെ ഒരു ഫോർമാറ്റ് ആവുന്നത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലാണ്. ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്തത് ഏതായിരുന്നു, മറ്റേ ഇത് പറയാം കറണ്ട് പോകുന്നതിന്റെ കാര്യം കൂടെ. നമ്മള് പണ്ട് കറണ്ട് പോകുമ്പോ ഇങ്ങനെ എണ്ണത്തിൽ നമ്മള് കറണ്ട് വരാൻ വേണ്ടി ഞാനിങ്ങനെ 1 തൊട്ട് 10 വരെ എണ്ണും. അപ്പോഴത്തേക്ക് കറണ്ട് അപ്പൊ 1 2 3 4 5 6 10 എന്ന് പറയുമ്പോൾ കറണ്ട് വരും. അപ്പൊ ഈ സാധനം ചുമ്മാ ചെയ്താൽ അത് വലിയൊരു അത് ശരി വലിയൊരു സാധനം ഇല്ല. ചുമ്മാ ചെയ്താൽ നോർമൽ ഒരു വീഡിയോ ആയിട്ട് പോകും. അപ്പൊ ഇത് കേറണമെങ്കിൽ ഇത് ഞാൻ യൂട്യൂബിൽ ആരെയാ പറയുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ ആൽഗോരിതം ആയിരിക്കും. നമ്മുടെ ഒരു ഇതിന് വേണ്ടി നമ്മൾ അത് വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യും. ഇത് പ്ലേസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളി ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അച്ഛൻ പറയും, അച്ഛൻ പറയും നീ കൊള്ളാലോ, നീ എന്നാ വലുതാകുമ്പോ നീ എന്ത് KCB എന്ത് എഞ്ചിനീയർ ആയിക്കൂടെ. പക്ഷെ ഇവരും ചിരിക്കും. അടുത്ത ഷോട്ടിൽ ഇവൻ KCB എഞ്ചിനീയർ ആയിട്ട് നിൽക്കുക, ട്രാൻസ്ഫോമർ ഫ്രണ്ടിൽ നിൽക്കുക. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് കോള് വരും, മക്കളെ ഇവിടെ കറണ്ടില്ല, മക്കളെ ഇവിടെ കറണ്ടില്ല, മോനെ അവിടെ കറണ്ടില്ല, മോനെ അവിടെ കറണ്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ ഇപ്പൊ ശരിയാക്കാം എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്തിട്ട് ഇവ എണ്ണും 1 2 3. അത് ചുമ്മാ ഒരു ഫോർമാറ്റാ. അപ്പൊ ഇതൊരു കോൺസെപ്റ്റ് ഇപ്പൊ ഇവനാന്നേലും ഞാനാന്നേലും കൊണ്ടുവരുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ശരിക്കും. പക്ഷേ ഈ സാധനമൊക്കെ എങ്ങനെ ഐഡിയ ഇതെല്ലാം ആൾക്കാരും ചെയ്യുന്നതാണെങ്കിലും ഇപ്പൊ അവര് ചെയ്യുന്നതാണ് നമുക്ക് അറിയാത്ത സാധനമൊക്കെ ഉണ്ടല്ലോ. ഈ മറ്റേ ബക്കറ്റില് ഞാനൊക്കെ റീല് കാണുമ്പോൾ ഇതെല്ലാം മനുഷ്യന് ചെയ്യുന്നതാണോ? നോർമലി പൈപ്പിൽ നിന്ന് ബക്കറ്റ് വെള്ളം വരുന്നുണ്ടെങ്കിലും കപ്പി പിടിച്ചും കൂടെ ഒഴിക്കുമ്പോൾ വേഗം നിറയുന്നുണ്ട് ഒരു തോട്ട്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണെന്ന് റീലൊക്കെ കാണാൻ മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണെന്ന് ഐഡിയ പോകുന്നത് ഭയങ്കര രസമുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ പച്ചക്കുതിരയുടെ വീഡിയോ ഒക്കെ ഭയങ്കര രസം. അതിലോട്ട് വരും നമ്മള് നമ്മുടെ ജീവിതത്തിൽ തന്നെ എടുക്കുന്നതല്ല. ഈ സ്കൂളിൽ ഇപ്പൊ കുറച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നടന്നിട്ടുള്ളത് അതുപോലെ. സ്കൂൾ കണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു സീരീസ് തന്നെ പോവാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ് റൂം തന്നെ പണിഞ്ഞിട്ട് വീട്ടിൽ ഒരു 2 ബെഞ്ചും ഡെസ്കും ഒരു ബോർഡും ഫുള്ളും ഡസ്റ്റർ അത് സാധനങ്ങൾ ചോക്ക് ഫുൾ സാധനം പണിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഈ സ്കൂൾ കണ്ടന്റ് ഒരിക്കലും തീരത്തില്ല. നമുക്കൊരു ചെറിയ സാധനമാണെങ്കിൽ പോലും നമുക്ക് ചുമ്മാ ഒരു സ്റ്റാപ്ലർ ഒരു വൈറ്റ്നർ കിട്ടിയാൽ പോലും അതൊരു കണ്ടന്റ് ആക്കാം നമുക്ക്. അല്ലല്ല, ഇപ്പൊ നമ്മളിപ്പോ ഭയങ്കര ടൈറ്റ് ആയിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ഔട്ട്ഡോർ പോയി അതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ക്ലാസ് റൂം പിടിച്ച് ക്ലാസ് റൂമിൽ പെട്ടെന്ന് എടുക്കാം. ഏറെ പ്രോപ്പർട്ടി ഒന്നും വേണ്ട, എല്ലാം അവിടെ തന്നെ ഉണ്ട്. വേഗം വേഗം പരിപാടി നടക്കും. നിങ്ങള് ഞാൻ കണ്ടു കുറെ ക്ലാസ് റൂംസിന്റെ വീഡിയോ, ബസ് കുറെ വീഡിയോസിൽ ബസ് വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഒരു ബസ്സുമായിട്ടില്ലെങ്കിൽ പബ്ലിക്കായിട്ട് പുറത്തു പോയി നിന്നൊക്കെ എടുക്കാന്ന് പറയുന്നത് കുറെ ടൈം എടുക്കുന്ന പരിപാടിയല്ലേ? ഇപ്പൊ നിങ്ങൾ ഇത്രയും ടൈം ആയിട്ട് എടുത്തോണ്ട് പോകുമ്പോൾ ഇത് നമ്മള് ബസ്സിന്റെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കുറെ റിലേറ്റബിൾ വീഡിയോ ബസ്സിലെടുത്തായിരുന്നു. മറ്റേ ഈ കണ്ടക്ടറിന്റെ സ്റ്റുഡൻസിന്റെ അങ്ങനെ കുറെ സാധനങ്ങൾ അതെല്ലാം നമ്മൾ ഒരു 11:25 പ്രൈമസ് എന്ന് പറഞ്ഞൊരു ബസ് വരും. നമ്മുടെ പ്രൈമസ് എന്ന് പറഞ്ഞ ബസ് വരും. ഈ ബസ് അവിടെ 15 മിനിറ്റ് നിർത്തിയിടും. പാണയം ജംഗ്ഷനിൽ 15 മിനിറ്റ്. ഈ 15 മിനിറ്റിലാണ് ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കുന്നത്. ഫുള്ള് പ്രോപ്പറായിട്ട് എഴുതിക്കൊണ്ട് പോയിട്ട് 15 മിനിറ്റ് പടപടാന്ന് എടുക്കും. 15 മിനിറ്റ് എടുത്ത് തീർന്നില്ലെങ്കിൽ ഈ ബസ് എടുത്തുകൊണ്ട് പോകും. അടുത്ത ദിവസത്തേക്ക് മാറില്ല, അടുത്ത ദിവസം മാറത്തില്ല. ഞങ്ങൾ അന്ന് തന്നെ എടുത്ത് തീർക്കും. മാക്സിമം ഒരു വീഡിയോ എടുക്കും, ഒരു ദിവസം അന്ന് തന്നെ എടുത്ത് തീർക്കാൻ നോക്കും. അങ്ങനെയാണ് ഈ ബസ്സിലുള്ള ഒട്ടുമിക്ക റീലും എടുത്തത്. പിന്നെ പറക്കുന്നില്ലേ ചെയ്ത്, പറക്കുന്നില്ലേ റീക്രിയേഷൻ കണ്ടു കാണുമെന്ന് അത് ഇച്ചിരി നല്ല രീതിയിൽ ചെയ്ത കുറച്ച് ഞങ്ങൾ കാശൊക്കെ പറയും. അങ്ങനെ എടുത്തപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ 15 മിനിറ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, എന്തുപോലും എടുക്കാൻ പറ്റത്തില്ല. ഞങ്ങളൊരു ബസ് വാടകയ്ക്ക് എടുത്തു, ഒരു ബസ്സൊക്കെ വാടകയ്ക്ക് എടുത്തു. ബസ്സിനെയും ഡ്രൈവറേയും കൂടെ ഒരു ഞായറാഴ്ച ഓട്ടോ ഇല്ലാത്ത ഒരു ബസ്സിന്റെയും ഡ്രൈവറേയും കൂടെ വാടകയ്ക്ക് എടുത്തിട്ട് ബസ് ഒതുക്കി കൊണ്ടിട്ട് അതന്ന് 3000 അറിയാവുന്ന ആയതുകൊണ്ട് അന്ന് ആലോചിക്കണം. അന്ന് നമുക്ക് യൂട്യൂബ് ഇല്ല, അന്ന് ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു ഞാൻ പെയിന്റിങ്ങിന് പോയ പൈസ ഉണ്ട, 4 ദിവസത്തെ ശമ്പളം ഉണ്ട, വീഡിയോ കയറണ്ടേ, വരല്ലേ, ലൈക്ക് കാണണ്ടേ. അപ്പോഴത്തേക്ക് എടുത്ത് നമുക്ക് അറിയാവുന്ന ഒരു ചേട്ടനാ ജഗലണ്ണൻ തന്നെ സെറ്റ് ചെയ്ത്, നമ്മുടെ ജഗലണ്ണന്റെ ഏർപ്പാടി വേറെ ചേട്ടനാ കൊണ്ടുവന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് നൈസ് ഒരു 10,000 ഡീസൽ അടിച്ച് പിന്നെ ഡ്രൈവറിനും കൂടെ കൊടുത്തേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് എടുത്തോണ്ട് വന്ന് പിന്നെ ഫുൾ പ്രോപ്പർട്ടി സെറ്റ് ചെയ്ത് 2 മണിക്കൂറിന്റെ ഷൂട്ട് ഉള്ളായിരുന്നു. അല്ലാതെ അത് ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞ് വന്നപ്പോഴത്തേന് ലേറ്റ് ആയി. ഇവൻ ബാംഗ്ലൂരിൽ നിന്ന് ലീവിന് വരും. ഇപ്പൊ 4 മാസം കൂടുമ്പോൾ വരുമ്പോൾ ഇതേപോലത്തെ വലിയ സാധനം ഞങ്ങൾ പിടിക്കും. ഇവൻ നമുക്കെടുത്താൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. ഇപ്പൊ ഇവൻ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് ക്യാമറമാനും എല്ലാം അവരങ്ങ് ചെയ്തോളൂ.
ഭയങ്കര ഡെഡിക്കേഷൻ ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രത്തോളം ഇപ്പൊ ഞാൻ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഇപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ അത്യാവശ്യം നല്ലപോലെ റെഫറൻസ് എടുക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ കുറേ വീഡിയോ ഒക്കെ കണ്ടു നോക്കാന്ന് പറഞ്ഞ് എടുത്തിട്ട് എവിടെ തീരെ മുക്കി കുറേ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലാവുന്നത് ഇപ്പം അനന്തുവിന്റെ ചാനലിലുള്ള വീഡിയോ ഇപ്പൊ അനന്തുവിന്റെ അക്കൗണ്ടിൽ കയറി നോക്കുമ്പോൾ ആ കാണുന്ന വീഡിയോസ് അല്ല ഞാൻ ഇവിടെ കാണുന്നത്. ആ വീഡിയോ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി തപ്പി നോക്കുമ്പോഴും കിട്ടത്തില്ല. ഇല്ല, അപ്പൊ ഞാൻ അവിടെയും കുറെ വീഡിയോ, ഇപ്പൊ അടുത്ത ആൾ എടുക്കുമ്പോൾ അതിനകത്തും കുറെ വീഡിയോ, ഇത് എന്തുമാത്രം വീഡിയോ, ഇതെല്ലാം കൂടെ നമുക്ക് കണ്ടിട്ട് വന്ന് ചോദിക്കാൻ പറ്റുമല്ലോ. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യാത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വലിയ മറ്റേ ബിഗ് ബഡ്ജറ്റ് സാധനങ്ങൾ ചെയ്യുന്നില്ല. പോയി ഒരുപാട് കഷ്ടപ്പെട്ട് എടുക്കുമായിരുന്നു പണ്ട്. വെയിലും ഉണ്ട്, അങ്ങ് നടക്കുമായിരുന്നു. ഇപ്പൊ അത്ര അങ്ങനെ എടുക്കാൻ പറ്റും. ദിവസം 2 വീഡിയോ എടുക്കണം. അതുകൊണ്ട് നമ്മൾ മാക്സിമം ക്ലാസ് റൂം, അങ്ങനെ അവിടെ പാണയം ജംഗ്ഷൻ കട, അങ്ങനെ അങ്ങ് ലൊക്കേഷൻ മാത്രമായി. നേരത്തെ നമ്മൾ ഇവിടെ മലയൊക്കെ ഉണ്ട്, കാടും മലയൊക്കെ കയറി പോയിരുന്നു. ഭയങ്കര സപ്പോർട്ടാ. ഇപ്പൊ എങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ നമുക്ക് ആളില്ലെങ്കിൽ പാണയത്ത് ഇപ്പൊ വേറെ ആരും ഒരു റോളി ചെയ്യണം പുള്ളി അപ്പഴേ ചെയ്യും. അപ്പഴേ സപ്പോർട്ടാണ് ആൾക്കാർ. ഞാൻ അതും ചോദിക്കാനിരിക്കായിരുന്നു. ഇപ്പൊ കുറെ വീഡിയോസിനകത്തൊക്കെ ഒരുപാട് അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഇങ്ങനെ ഒറ്റ ഡയലോഗ് ഒക്കെ പറയാനൊക്കെ ഇങ്ങനെ ഓരോരോ ആൾക്കാരെ കാണാമല്ലോ. ഒരാളുണ്ടെങ്കിൽ അവരെ കൊണ്ട് അവരെ കൊണ്ടേക്കും. ഇപ്പൊ ഇന്ന് റിലീസ് ആകുമ്പോൾ ഒരു വീഡിയോക്കകത്ത് ഹെവി എക്യുപ്മെന്റ്സ് വെച്ച് എടുത്തേക്കുന്നത്. വണ്ടികൾ, ബസ്സും ലോറി കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ട് നമ്മള് ടിപ്പറും ജെസിബിയും. അപ്പം വൈകിട്ട് ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വിളിച്ചാണ് ഇത് വേണം, കിറ്റാച്ചിയും ടിപ്പറും വേണം വീഡിയോ എടുക്കാൻ. അവിടെ വൈകിട്ട് സെറ്റ് ചെയ്ത് തരാം. വണ്ടി ഓടിക്കാൻ അറിയാത്ത ഇവനെ കൊണ്ട് ടിപ്പർ അനക്കിച്ച് ഞാനിത് പോയി. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമായിരുന്നു കിറ്റാച്ചിയും ജെസിബി ഒന്ന് ഓടിക്കണം. കിറ്റാച്ചി ഓടിച്ച് റിമോട്ട് കാർ ഓടിക്കുന്നവർ കയറി ഇരുന്ന് ഓടിച്ച് ഇന്ന് വൈകിട്ട് വീഡിയോ വരും. സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റാർലൈറ്റ് എന്ന് പറഞ്ഞ അണ്ണന്റെ ഇതിലാണ് നിങ്ങൾക്ക് ഇത്ര മണിക്കാണ് റിലീസിന് അങ്ങനെയൊക്കെ ഉണ്ടോ വീഡിയോ? 5 മണിയാകുമ്പോഴാണ്, എന്നും 5 മണിയാകുമ്പോഴാണ്, 4:30-5 മണിക്ക് ഇടയ്ക്ക് ഇടുന്ന വീഡിയോ ഇടുന്നത്. ഈ മെയിൻ ആയിട്ട് പേജ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നവർ എല്ലാവരും കൂടെ ആണോ? എല്ലാവരും അവരവരുടെ പേജ് അവരവർ ഹാൻഡിൽ. അല്ല, ഈ ഭരത് എന്നുള്ള പേജ് അത് ഞാനും ഇവനും കൂടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഭരത് അനന്തു എന്നുള്ള പേജും രണ്ടും ഞങ്ങൾ ഹാൻഡിൽ ചെയ്യും. പിന്നെ വാസ്കോ അവന്റെ ചാനല്, അജീഷ് അവന്റെ ചാനൽ ഹാൻഡിൽ ചെയ്യും. വാസ്കോ ഒന്നും മിണ്ടാത്ത ചോദിക്കും, ഞാൻ റെഡിയാന്ന് പറയാം. എനിക്ക് വാസ്കോയെ കാണുമ്പോ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞോണ്ടേ പാവം എന്തെങ്കിലും പറഞ്ഞ വിഷമോ എന്നൊക്കെ ആദ്യം തൊട്ട് വിഷമം നോത്തില്ല. വാസ്കോയ്ക്ക് ഏറ്റവും ഇഷ്ടം അഭിനയിക്കാനാണോ ഏറ്റവും ഇഷ്ടം? അങ്ങനൊന്നുമില്ല. ഞാൻ ചോദിക്കാം, അല്ല വീഡിയോ എടുക്കാൻ വിളിക്കണമെന്നൊക്കെ ഇവരോട് ആദ്യം പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിച്ചത്. ഇങ്ങനെയുള്ള ആക്ടിങ് ഇതുപോലെ മീഡിയ സംഭവങ്ങളൊക്കെയാണോ ഭയങ്കര ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കാം. പഠിച്ചത് എന്താ വാസ്കോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ്, BA കമ്മ്യൂണിക്കേറ്റിംഗ്. ആണോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നാണോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നാണോ? ഇംഗ്ലീഷ് പ്രൊമോഷൻ ഹിന്ദി ഇംഗ്ലീഷ് BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാ സംസാരിക്കണം. വീട്ടിലാരൊക്കെയുണ്ട്? ഞാന്, ചേട്ടൻ, പിന്നെ ചേട്ടന്റെ വൈഫ്, അമ്മമ്മ, അച്ഛൻ. ഓക്കെ. ഞാൻ ഇതിന് മുന്നത്തെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കണ്ടു വാസ്കോയ്ക്ക് ഒരു വലിയ പ്രേമൊക്കെ ഉണ്ട്. എന്റെ എപ്പോഴും ഉണ്ടോ? അത് 8 മാസം മുന്നത്തെ ഇന്റർവ്യൂ ആയിരുന്നു. എന്താ അതൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാതിരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടില് ഭയങ്കര സപ്പോർട്ടാണോ? അതെ. പ്രേമിക്കാനല്ലടാ, വീഡിയോ എടുക്കാൻ. വീഡിയോ എടുക്കാൻ പ്രേമിക്കാൻ സപ്പോർട്ടാണോ? പ്രേമിക്കാൻ സപ്പോർട്ടാണോ? പറഞ്ഞ സംഭവമല്ല. അത് വീട്ടിൽ അറിയുമ്പോ അറിയാം സപ്പോർട്ടാണോ ഇല്ലയോ. നമുക്ക് എന്തായാലും കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞ് ചെറിയൊരു ഗെയിം കളിച്ചാലോ? അതിന്റെ നമുക്ക് ബാക്കി കുറച്ച് അധികം വിശേഷമൊക്കെ പറയാം. ഓക്കെ. പ്രോപ്പർട്ടി കൊടുക്കണം. എല്ലാരും ഓരോന്നും എടുത്തോ. അല്ല, സമയം എടുത്താൽ മതി. നേരത്തെ വായിച്ചു നോക്കിയിട്ട് ഒളിഞ്ഞു നോക്കി കോപ്പി അടിച്ചൊക്കെ ഇരിക്കും, പറയാൻ പറ്റില്ല. ഓക്കെ. വളരെ സിമ്പിൾ ഗെയിം, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ നോർമലി എല്ലാവരും എല്ലായിടത്തും കളിക്കുന്ന ദംഷാർസ് ഒക്കെ ഇല്ലേ, ഈ സിനിമയുടെ പേര് അഭിനയിക്കുന്നത്. അതിന് പകരം സിനിമ ഡയലോഗ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇപ്പം ഫസ്റ്റ് മജീഷാണ് എടുക്കുന്നുണ്ടെങ്കിൽ മജീഷിനെ ആക്ട് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ആർക്കും വേണേലും പറയാം. പറയുന്നവർക്ക് പോയിന്റ്. ആക്ട് ചെയ്ത് കാണിക്കണം. ആ ഡയലോഗ് പറയണോ? സിനിമയുടെ പേര് പറയണോ? സിനിമയിലെ ഡയലോഗ് അഭിനയിച്ച് ഫേമസ് ഡയലോഗ് സൗണ്ട് വരാമോ? ഇല്ല, അഭിനയത്തിലൂടെ ഡയലോഗ് കൺവേ ചെയ്യണം. ഡയലോഗ് കാണിക്കണം. കുറച്ച് ഫേമസ് ഡയലോഗ്സ് ഒക്കെ എല്ലാവർക്കും അറിയുന്ന കോമൺ ഡയലോഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് പോയിന്റ്. അല്ല, ഡയലോഗ് പറയണം. ഡയലോഗ് ഇല്ലല്ലോ. ഇല്ല, ഇവിടുന്നില്ല. ഇവന് തലപ്പൊക്കം കൂടുതൽ. നീ എടുക്കുന്നത് ഞാൻ എടുത്തു കൊടുത്തേ. എങ്ങനെയാണ് എടുത്തോ?
നോക്കല്ലേ അനന്ത് ഞാൻ നോക്കുന്നില്ലേ? ആ നീ നോക്കിക്കോ. അങ്ങോട്ട് മാറിയിരുന്നു. അറിയാൻ നോക്കി. എന്ത് വേടോ ആ ഡയലോഗ് മനസ്സിലായെങ്കിൽ സിനിമ പറ. മീൻ. ചെപ്പ്. അത്ഭുതം. മിന്നാമിനും. ആശ്ചര്യം അത്ഭുതം അത്ഭുതം. അത്ഭുതത്തിന്റെ വേറെ ആ അതിശയം. സംശയം. ഇത് ഏത് സിനിമ? മലയാള സിനിമ തന്നെയാണ്. ഫേമസ് ഡയലോഗ്, നമുക്ക് അറിയാവുന്ന ഡയലോഗ്. ഫസ്റ്റ് വീട് അങ്ങനെ പറയാലോ. ഫസ്റ്റ് വീട് പശു പശു. പോത്ത് കാള. കാള ആനയാണ് മറ്റേ തെങ്കാശി പട്ടണ സിനിമ. തെങ്കാശി പട്ടണം ആന. പശു, പോത്ത്, കാള, എരുമ. പോത്ത് എരുമ. ഞാനോ? എരുമ. എരുമ, പോത്ത്, പശു, കാള, പശു. പശുവിന്റെ വേറെ പശു. കൗ കൗ അത്ഭുതം. കൗ തുറന്നോ? എടാ കറക്റ്റാ, നീ പറഞ്ഞത് കറക്റ്റാ. കൗ കൊണ്ട് തുടങ്ങുന്ന അത്ഭുതമായി ബന്ധപ്പെട്ട വാക്ക്. കൗതുകം. കൗതുകം ലേശം കൂടുതലാ. ഞാൻ ആദ്യം പറഞ്ഞു. അതെ അതെ അതെ. അയ്യോ ആ ഞാൻ മറന്നു ഏതാന്ന്. എനിക്ക് തോന്നില്ലേ. ഇങ്ങോട്ട് പോരും. ഇങ്ങനെ കാണിച്ചാ എങ്ങനെയാ? കൗതുകം പിന്നെ എങ്ങനെ കാണിക്കും? ആ ശരിയാ, അത് കാണിച്ച ഞാനിവിടെ കസേരകളിയല്ലേ. ലാലേട്ടൻ പറയുന്ന ഡയലോഗ്. നീ പോ മോനെ ദിനേശ്. സിനിമയിലല്ല എന്താ മോനെ? നിക്ക്. അനന്ത് എല്ലായിടത്തും അനന്ത്. നമ്മളെ ചൊറിഞ്ഞാൽ നമ്മളും ചൊറിയും. ആ നമ്മളെ ചൊറിഞ്ഞാൽ നമ്മൾ ഒരു മാന്തും. ആ 2 പോയിന്റ്. താങ്ക് യു. യോ മാൻ, ഇത്ര ഇന്റർവ്യൂല് മിണ്ടിയില്ലെങ്കിൽ അത് ഞാൻ കൃത്യമായിട്ട് അതാ അവന്റെ അഭിനയിക്കാൻ. ഗോ. ഞാൻ എടുക്കട്ടെ. വാസ്കോയ്ക്ക് 1 പോയിന്റ് ആയി, പിന്നെ 1 പോയിന്റ് ആയി, അങ്ങനെ 2 പോയിന്റ് ആയി. മോഹൻലാല്. എന്താ ഇങ്ങനെ കൂടെ വെച്ചത് കൊള്ളാട്ടോ. ഓക്കെ, അടുത്ത ആള്. വേർഡ് ബൈ വേർഡ് ആയിട്ടാണ്. 1 ആദ്യത്തെ വാക്ക്, രണ്ടാമത്തെ വാക്ക് കൈ. 3 കൈ. മൂന്നാമത്തെ വാക്ക്, രണ്ടാമത്തെ വാക്ക് കൈ, മൂന്നാമത്തെ വാക്ക് കാല്. ലാലേട്ടന്റെ പടം. 6 നമ്പർ. ലാലേട്ടന്റെ പടം. മറ്റേ പറയത്തില്ല, മറ്റേ കൈകാര്യം മറ്റേ പെണ്ണെന്ന് പേര്. കറക്റ്റായിട്ട് പറ, കറക്റ്റായിട്ട് പറ. ഓ മറ്റേ ആനന്ദം. 6 നമ്പരാണ് പെണ്ണെന്ന് പേര്. അങ്ങനെ എന്താണ്ട് സാധനം പറയുമല്ലോ. ഫസ്റ്റ് വാക്ക് പറ. എന്തിനോ കൈയും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന് വിളിക്കുക, അങ്ങനെ എന്തിന്? അല്ല അത് അത് തന്നെ. കോലിന് കൈ. അല്ല മുരിക്കോലോ മറ്റേത്. അതെ നിന്നെ കൊണ്ട് പറ്റും. ആ ഒരൊറ്റ വാക്ക് നീ അഭിനയിച്ച് കാണിക്കേ. നമ്മളെ സ്വഭാവം അല്ലേ ഇത്. നീ വാ നോക്കല്ലേ. സോറി. പറയണ അത് തന്നെ. അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക, എന്നിട്ട് വേണം. താങ്ക് യു. വയ്യാതായി. എനിക്ക് 3 പോയിന്റ് ആയി ഇപ്പൊ. പിച്ച വാവ. കൊച്ച് വാവ അമ്മ. പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ ഒരാൾ മറ്റാരുമില്ല. എക്സ്പ്രഷൻ ഒക്കെ നോക്ക്, വലിയ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചതിന്റെ.